ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്നത്തെ വീഡിയോ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഗസ്റ്റൊക്കെ വരുന്നേരം ഉണ്ടാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ്. എല്ലാവർക്കും ഇഷ്ടാവും. ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാണ്ട് നിൽക്കൂല. ചിക്കൻ മലായി ടിക്കാണ്. അതുപോലെ തന്നെ വീറ്റ് വെച്ചിട്ട് ഒരു അടിപൊളി റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അപ്പോൾ ദാ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ചിക്കൻ മലായി ടിക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് പുളിയില്ലാത്ത തൈര്. ഞാനിവിടെ യോഗട്ടാണ് എടുത്തത്. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ബാക്കി വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ മതി. ഞാനിവിടെ യോഗട്ടാണ് എടുത്തത്. 1/2 കപ്പ് എടുത്തിട്ട് ഇതാ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് മയോണൈസ് ആണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ആണ്. ഇത് ഗാർലിക് അല്ല, പ്ലെയിൻ മയോണൈസ് ആണ്. ഞാനിവിടെ റെഡിമെയ്ഡാണ് എടുത്തത്. അതിന് ശേഷം വേണ്ടത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. നമ്മൾ കുക്കിംഗ് ക്രീം ആയാലും കുഴപ്പമില്ല, ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 1/4 കപ്പാണ് ഞാനിവിടെ ഫ്രഷ് ക്രീം എടുത്തത്. ഇവിടുത്തെ ഇത് പാക്കറ്റിൽ വരുന്നതായതുകൊണ്ട് നല്ല കട്ടിയുള്ളതാണ്. ഇപ്പോൾ ഒരു 1/4 കപ്പാണ് ഞാൻ എടുത്തത്. എന്നിട്ട് എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണാണ് അതും എടുത്തത്. ഇനിയിപ്പോൾ വേണ്ടത് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂണാണ് എടുത്തത്. പിന്നെ വേണ്ടത് കസൂരി മേത്തിയാണ് കേട്ടോ. അതിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്ന 1/2 ടീസ്പൂൺ ഇപ്പം ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ ലാസ്റ്റും ചേർക്കണം. അപ്പോൾ അതാ അതെല്ലാം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ എല്ലാത്തിലും. അതുപോലെ ക്രീം, മയോണൈസ്, നമ്മൾ ചേർത്ത തൈര് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം. എല്ലാം മിക്സ് ആക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ ഉപ്പ് മതി. ഒരുപാട് ഉപ്പ് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ വറ്റിച്ചെടുക്കുന്ന കറി ആയതുകൊണ്ട് ഉപ്പ് കൂടുതലായിട്ട് തോന്നും പിന്നെ. അതുകൊണ്ട് നേരിയ ഉപ്പ് മതി കേട്ടോ. നമ്മളിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഒരു നേരിയ ഉപ്പ് ഉണ്ടായാൽ മതി. ഇനിയിപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോ ആണ് കേട്ടോ ചിക്കൻ എടുത്ത്. 1 കിലോൻ്റെ ഫുൾ ചിക്കൻ ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇനിയിപ്പോൾ എല്ലാ ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. അപ്പോഴാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വരിക കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ എരിവൊന്നുമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ എരിവുണ്ടെങ്കിൽ കയ്യിൽ ഞാൻ ഗ്ലൗസ് ഇടലുണ്ട്. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇതിലിപ്പോൾ അങ്ങനെ എരിയാനുള്ള ഒന്നും ഇതിലില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു സ്മോക്കി ഫ്ലേവറും കൂടെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് ആ ഒരു സ്മോക്കി ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ ഒരു ചെറിയൊരു പാത്രം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ട് കത്തിച്ചിട്ടുള്ള ചാർക്കോളാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു 2 3 പീസ് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. കരിക്കട്ട കേട്ടോ. നമ്മൾ ഇത് ഞാൻ വാങ്ങിച്ചതാണ്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളെ ചിരട്ട കത്തിച്ച് വെച്ച് കൊടുത്താൽ മതി. ചിരട്ടക്കരി വെച്ച് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിലോ എന്തെങ്കിലും ഒന്ന്, ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. 2 3 ഡ്രോപ്സ് ഇതിൻ്റെ മേലെ ഒന്ന് ഉറ്റിച്ച് കൊടുക്കുക. ആ ഒരു സ്മോക്കി ആയിട്ട് വരാൻ, പുക വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊരു 3 4 ഡ്രോപ്സ് ഞാനിങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളത് കവർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു മസാല തേച്ച് വെച്ചില്ലേ, ഒരു 2 മണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കണം കേട്ടോ. ആദ്യം ഞാൻ പ്ലേറ്റ് തന്നെ വെച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ കൂടിയൊക്കെ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു മൂടി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നോക്കാം. ഇനിയിപ്പോൾ ഞാൻ ഗോതമ്പിൻ്റെ റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഒരു 4 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. ആട്ടപ്പൊടി വെച്ചിട്ടും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. ഒരു 4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടോ. ഒരു ടീസ്പൂണാണ് ഞാൻ ഉപ്പെടുക്കുന്നത്. ഉപ്പിടുമ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒരു കാര്യം പറയട്ടെ. ഇത് ഞാനിവിടെ പിങ്ക് സോൾട്ടാണ്, ഹിമാലയൻ സോൾട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് കേട്ടോ. ഈ ഒരു പിങ്ക് സോൾട്ട് നല്ലതാണ്, ഹെൽത്തിന് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷേ നിങ്ങളെപ്പോഴും ഒന്ന് ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ. സ്ഥിരമായിട്ട് നിങ്ങൾ ഇത് ഉപയോഗിക്കരുത്. കാരണം ഇതിൽ അയോഡിൻ ഇല്ല. നമ്മൾ ഇന്ത്യക്കാർക്ക് നമ്മളെ ഭക്ഷണത്തിൽ അയോഡിൻ ചേർക്കണം എന്ന് നിർബന്ധമാണ് കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് നിങ്ങൾ വൈറ്റ് സോൾട്ടും ഉപയോഗിക്കണം. ഇനിയിപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്തിന് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ലൊരു എന്താ പറയുക, ഭയങ്കര സ്റ്റിക്കി അല്ല, എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് കുഴയ്ക്കണ പോലെ. ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരുപാട് സമയം വെക്കണം എന്നൊന്നുമില്ല. മിനിമം അരമണിക്കൂറെങ്കിലും ഇതൊന്ന് വെക്കണം കേട്ടോ. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് നമുക്ക് ഈ ഒരു കറി ഒന്ന് വേവിക്കാനുണ്ട്. കറിയല്ല, ഇത് കുറച്ചൊരു എന്താ പറയുക, ഒരു സെമി ഗ്രേവി അതിനുണ്ടാവുള്ളൂ കേട്ടോ. ഒരുപാട് ഗ്രേവി ഒന്നുമില്ല. കാരണം ഇതിൽ ഉള്ളിയോ തക്കാളിയോ അങ്ങനത്തെ ഒന്നും തന്നെ ഇതിലില്ലല്ലോ. അപ്പോൾ ഇതിനൊന്നുമില്ല, ചെയ്യാൻ ഈസിയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ ആണ് എടുക്കുന്നത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല. കുക്ക് ചെയ്യാൻ പറ്റുന്ന ഏത് ഓയിലും എടുക്കാം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആ ഒരു മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കനും അതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക.
സിമ്പിളാണ് ഉണ്ടാക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഒരുപാട് പണികളില്ല. ഒന്നും അരിഞ്ഞൊന്നും ഇരിക്കേണ്ടിയില്ല. എന്നാലാണെങ്കിൽ ടേസ്റ്റ് ആണെങ്കിൽ അപാര ടേസ്റ്റുമാണ് കേട്ടോ. എന്തിൻ്റെ കൂടെ നമുക്ക് കോമ്പിനേഷനായിട്ട് തിന്നാനും പറ്റുന്ന നല്ലൊരു കറിയാണ്. സൂപ്പർ ടേസ്റ്റിയാണ് ഇത്. ഇങ്ങനത്തെ കറികളൊക്കെ സാധാരണ നമ്മൾ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ പോയാലോ അങ്ങനെയൊക്കെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോർത്ത് ഇന്ത്യൻ ഭാഗത്തേക്കുള്ള അങ്ങനത്തെ റെസ്റ്റോറൻറ്റിൽ പോയാലാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം വേവിക്കണം. അപ്പോൾ അതാ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് മാറ്റി പിന്നെ നമ്മളിതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ആ ഒരു ചിക്കനിൽ നിന്ന് കുറേ നല്ലോണം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും. ആ ഒരു വെള്ളത്തോട് കൂടിയാണ് ഉണ്ടാവുക. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് വറ്റും ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ. ഇപ്പോൾ അതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് കണ്ടില്ലേ. ആ ഒരു ഇപ്പം മൊത്തം ഞാനിവിടെ 15 മിനിറ്റാണ് ഇപ്പം വേവിച്ചത്. അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. കാരണം ചെറിയ പീസായിട്ടാണ് നമ്മൾ ചിക്കൻ മുറിച്ചത്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഒരുപാട് വറ്റിച്ചെടുക്കട്ടെ. നിങ്ങൾക്ക് വറ്റിക്കണമെങ്കിൽ വറ്റിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകുകയും ചെയ്യും. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇറക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം എരിവിന് നമ്മൾ വേറെ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ചധികം മല്ലിച്ചപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു കൈപ്പിടി നിറച്ചും ഞാൻ മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഇറക്കുന്നതിന് തൊട്ട് മുന്നേ എടുത്താൽ മതി. പിന്നെ ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ മസാല ഇടുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കസൂരി മെത്തി 1/2 ടീസ്പൂണാണ് നമ്മൾ നേരത്തെ ആ ഒരു ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ചേർത്തത്. ബാക്കി 1/2 ടീസ്പൂണും കൂടെ നമ്മളിപ്പോഴാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ഒരു 1/2 ടീസ്പൂൺ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് നമുക്ക് ആ ഒരു മണം, നല്ലൊരു മണം ഒന്നും കൂടെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള മലായി ചിക്കൻ ടിക്കാണിത്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ടേസ്റ്റാണ്. അടിപൊളിയാണ്. ഇനിയിപ്പോൾ അതടുത്ത് നമ്മൾ ആ ഒരു റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ, വീറ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഇത് തേച്ച് കുഴച്ച് വെച്ചിട്ടൊരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അത്രയും സമയമായുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മാവൊക്കെ നല്ല സെറ്റായിട്ടുണ്ടാവും. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൊരു തുള്ളി പോലും എണ്ണ നമ്മൾ കുഴക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്നും പുരട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. എണ്ണ ഇല്ലാത്ത ഒരു റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. തീരെ എണ്ണയോ ബട്ടറോ അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ നമുക്ക് എത്ര വലുപ്പത്തിലുള്ള റൊട്ടിയാണോ വേണ്ടിയത് ആ ഒരു വലുപ്പത്തിലേക്കുള്ള ഉരുളാക്കിയതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ നല്ല നേരിയതാക്കിയിട്ട് തന്നെ പരത്തിയെടുക്കട്ടെ. കാരണം ഇത് ചുട്ട് വരുന്ന സമയത്ത് ഇതിൽ ഈസ്റ്റ് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടി തടിയിൽ വരും. അപ്പോൾ നന്നായിട്ട് നല്ല നേരിയതായിട്ട് നമുക്ക് പരത്തിയിട്ട് ചുട്ടാൽ മതി. പിന്നെ ഷേപ്പൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ, ഇതിപ്പോൾ ഇന്ന ഷേപ്പ് ആവണമെന്നോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഏത് ഷേപ്പിൽ വേണമെങ്കിലും പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഈസിയാണ്, അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ അത് ഞാൻ പരത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ല, നല്ല നേരിയതായിട്ടാണ് ഞാനിത് പരത്തിയത്. ഇനിയിപ്പോൾ ഇതാ ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ മറിച്ചിടൽ പെട്ടെന്ന് തന്നെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. രണ്ടാമത്തെ മറിച്ചിടൽ ഒന്ന് വെന്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊരു പൊള്ളാൻ തുടങ്ങും. ആ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പൊള്ളാൻ തുടങ്ങിയത് ഇത് നമ്മൾ പ്രസ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. എല്ലാ റൊട്ടിയും നന്നായിട്ട് പൊള്ളിയൊക്കെ വരും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചിലർക്ക് അധികം വേവണ്ടി ഉണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് പൊള്ളിയാൽ എടുക്കുന്നതായിരിക്കും ഇഷ്ടം. പക്ഷേ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസിൽ പറയുന്നത് നമ്മൾ കുറച്ച് നല്ലോണം എന്താ പറയുക പ്രസ് ചെയ്ത് വേവിച്ചിട്ടാണ് എടുക്കൽ എന്നുള്ളത്. അപ്പോൾ അത് നമ്മളെ ഫസ്റ്റത്തെ റൊട്ടി റെഡിയായി. ഇപ്പോൾ കംപ്ലീറ്റ് ഞാൻ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള വീറ്റ് റൊട്ടിയാണിത്. സൂപ്പർ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആണല്ലോ. അപ്പം ഈസ്റ്റ് ഹെൽത്തി അല്ല എന്നൊന്നും ഇനി ആരും പറഞ്ഞു വരണ്ട കേട്ടോ. ഈസ്റ്റൊന്നും അങ്ങനെ ശരീരത്തിന് ഒരുപാട് ആയിക്കഴിഞ്ഞാലാണ് അതിൻ്റെ ഹാനികരമായിട്ട് വരുള്ളൂ. അല്ലാണ്ട് അതൊന്നും അങ്ങനെ ഒരു നമ്മളെ ശരീരത്തിന് വേണ്ടാത്ത സാധനമൊന്നുമല്ല. അപ്പോൾ അതാ ആ ഒരു കുബൂസ് എടുത്തിട്ട് ഞാനിവിടെ വിളമ്പുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പുതിയ രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഓരോ കുബൂസ് നമുക്ക് ഒരാൾക്കുള്ള പോർഷനായിട്ടാണ് കാണിക്കുന്നത്, ഒരാൾക്ക് കഴിക്കാനുള്ള ഒരു പോർഷനായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാനിങ്ങനെ സ്ട്രിപ്സ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നീളത്തിൽ. അപ്പോൾ ആദ്യം കത്തി വെച്ചിട്ടാണ് ഞാൻ മുറിച്ചത്. നോക്കുമ്പോൾ കത്തി വെച്ചിട്ട് മുറിക്കുന്നതിനെക്കാട്ടിലും ഈസി ആയിട്ട് തോന്നിയത് കത്രിക വെച്ചിട്ട് സിസർ വെച്ചിട്ട് മുറിച്ചപ്പോഴാണ് ഒന്നും കൂടെ ഈസി ആയത് കേട്ടോ. അപ്പോൾ കത്തി വെച്ചിട്ട് മുറിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതാ ഓരോന്നും ഇങ്ങനെ മുറിച്ചതിന് ശേഷം ഇതൊന്ന് നിർത്തി കൊടുക്കുക. നിവർത്തിയിട്ട് ഇതിപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ നിർത്തിയാൽ ഇങ്ങനെ നീളത്തിലായിട്ട് വന്നോളും. എന്തിനാ അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തിനാണ് ഇപ്പോൾ ഞാനങ്ങനെ ചെയ്തതെന്നുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി പകുതിയില്ല, ആ പകുതി ഞാൻ സിസർ വെച്ചിട്ടാണ് മുറിച്ചിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഈസി മനസ്സിലായത് കേട്ടോ. നല്ല ഈസിയാണ് ഈ കത്രിക വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത്. വേഗം വേഗം കഴിയുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ ആ ഒരു റൊട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്കുള്ള പോർഷൻ എന്ന് പറയുന്നത് ഞാൻ 2 എണ്ണം വെച്ചിട്ടാണ് എടുത്തത് കേട്ടോ. 2 റൊട്ടി ഇതേപോലെ ഒന്ന് മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറി ഉണ്ടാക്കിയില്ല, ആ കറിയിൽ നമുക്ക് ഒരുപാട് ഗ്രേവി ഇല്ല. അപ്പോൾ ഒരുപാട് ഒഴിക്കാനുള്ള ഗ്രേവി ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് അല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയും 2-3 പീസൊക്കെ ഇതിൻ്റെ മേലെ വെക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് സമയത്ത് എല്ലാത്തിൻ്റെ മേലെ നമുക്ക് ആ ഒരു ചിക്കൻ്റെ ഗ്രേവി ഇമേൽ വരും. അപ്പോൾ കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രേവി നമുക്ക് ആവശ്യവും വരില്ല. മറ്റേ നമ്മൾ ഓരോന്ന് എടുത്തിട്ട് അതിങ്ങനെ കറിയിൽ മുക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഗ്രേവി ഇല്ലാത്തപ്പം അതൊരു ഇതായിട്ട് തോന്നും.
ഒരുപാട് ഗ്രേവി കഴിക്കുന്ന ആൾക്കാർക്കാണ് വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞിരുന്നത്. നമ്മളൊക്കെ അതിൽ പെട്ടതാണ്. നമുക്കെല്ലാം ഒരുപാട് കറി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ഇത് സെർവ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള ആ ഒരു മലായി ചിക്കൻ ടിക്ക. അപ്പോൾ ഇത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കസൂരി മെത്തി ഇട്ടതിൻ്റെ ശേഷം നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല. അങ്ങനെ തന്നെ മൂടി വെച്ചതല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവി ഉണ്ടല്ലോ, ചൂടാറിയ സമയത്ത് ഒന്നും കൂടെ ഒന്ന് കുറുകും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് ഇട്ട് വറ്റിക്കുന്നതിൻ്റെ മുന്നേ ഇറക്കി വെക്കണം എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൊട്ടിൻ്റെ മേലേക്ക് കുറച്ച് 2-3 പീസ് ചിക്കനും ലേശം ഗ്രേവിയും ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു എല്ലാത്തിൻ്റെ മേലെ നമ്മൾ ആ ഒരു സ്ട്രിപ്സ് ആയിട്ടെല്ലാം മുറിച്ചതുകൊണ്ട് ഒരു ഡ്രോപ്പ് എന്തെങ്കിലും എല്ലാ പീസിൻ്റെ മേലെ ആ ഒരു ഗ്രേവി വരികയും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് കഴിക്കുന്ന സമയത്ത്. ഇപ്പോൾ ദാ ഞാൻ 3-4 പീസ് ചിക്കൻ വെച്ച് കൊടുത്താണ്. ഇപ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഗ്രേവി ഒന്ന് ഉറ്റിച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളെ ഒരാൾക്കുള്ള പോർഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനും കണ്ടില്ലേ, നിങ്ങൾക്ക് ഉള്ളിയൊന്നും വാട്ടിയിട്ട് ഒന്നും സമയം പോകില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ നമ്മൾ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ കൊടുത്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് 2-3 പീസ് നമ്മൾ പച്ചമുളക് അരിഞ്ഞ് വെച്ചതും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് അടിപൊളിയായിട്ടുള്ള നമ്മളെ മലായി ചിക്കൻ ടിക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ, എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് ഇടാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.